Hello everyone, how are you today? This is Nishad Ahmed from Bets English and today it's all about pronouncing English alphabet. English അക്ഷരമാല എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So welcome to another video and hope you love and enjoy learning videos. And പല ആളുകളും last day I got a message from a subscriber and she finds the videos very useful and effective. Video ഇഷ്ടപ്പെടുന്ന അറിയാൻ വളരെ സന്തോഷം and let's learn together. We can really help you, alright? So ഇംഗ്ലീഷ് ആൽഫബറ്റ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരമാല എന്നുള്ളതാണ് അല്ലേ? അക്ഷരമാല എന്നുള്ളതാണ്. പലപ്പോഴും തമാശയൊക്കെ ചോദിക്കാറുണ്ട്, ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഈ ആൽഫബറ്റ്സ് എന്ന് നമ്മൾ പറയാറ്, ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരമാലകൾ എന്നർത്ഥം. ഒരു ഭാഷയിൽ ഒരു ആൽഫബറ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ there are 26 letters and we're going to pronounce each and every letter in it. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പഠിച്ച പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. So let's get started with the very first letter. How is it pronounced? It's not A. നമ്മൾ പഠിച്ച very first word തന്നെ എന്താണ്? മിസ്റ്റേക്ക് ആണ്. It's not A. Alright? A. Come on, say after me. A. So not A. And second, how is it pronounced? B. This one? C. അത് തെറ്റാറില്ലായിരിക്കും. C. And what about this one? Not D. It's D. So നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഡാകളുണ്ട് അല്ലേ? ടട്ട് ഡണ്ടണ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ ഡ എന്നുള്ള ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ഡ. Alright? D. For example, do, dance, deliver, dial, today. Got it? So today, yesterday, Sunday, Monday, Tuesday, Wednesday, Friday, and Saturday. So D. So in English, da illa D. So D-A-D-D-Y. How it's pronounced? Not a daddy. Daddy. Alright, so D. Alright. Okay, the next letter. E. അതായിരിക്കും തെറ്റാറില്ല. E. Next one. F. ഈ ലെറ്റർ സൂക്ഷിച്ച് വെക്കണം, കാര്യം ഇതുകൊണ്ട് വേറെ കാര്യമുണ്ട്. Alright. F. Next one. G. Next one. H. Not H. H. ഒന്ന് കുറച്ച് നീട്ടി പരത്തിയാൽ മതി. എന്ത്? H. H അല്ല, H. Alright? H. Next one. This one? Not I. അതൊന്ന് അതുപോലെ തന്നെ പറയാൻ ശ്രമിച്ചു. I. So H-I. അപ്പോൾ HIV, H-I-V. Alright? H-I. Then next one. What is this one? J. Not J. Next one. K. അല്ലാതെ K അല്ല, K. Alright? K. Alright, next one. L. Not L. So remember, it is a mixture of L plus L. ഇത് രണ്ടും കൂടി ചേർന്ന് വരണം. അപ്പം L. ലിൻ്റെ ഒരു ചെറിയ കഷ്ണം, എള്ളിൻ്റെ എന്നല്ല, ലിൻ്റെ ചെറിയ കഷ്ണം, അതുപോലെ തന്നെ ലിൻ്റെ എല്ല് അവസാനിക്കുക, അതിൻ്റെ ലിയിൽ എന്ത് ചെയ്യുക, ഒന്ന് നടുവിൽ കഷ്ണം കൊടുക്കുക. സോ L. Come on. L. Got the point. So M. Next one. M. M അല്ല, M. നമ്മൾ എഴുതുമ്പോൾ അത് ഇങ്ങനെയൊക്കെ എഴുതാറ് അല്ലേ? So it's M. M. Never say M. Next one. N. Next one. What is this? Oh no. Ow. നമ്മൾ ആ കാലിൽ നിന്ന് കൊണ്ടുപോയി നമ്മൾ പറയാറില്ല. Ow. The same way. Ow. Understand me? So not oh. Ow. ഇത് കേൾക്കുമ്പോൾ പല ആളുകൾക്ക് തമാശയായിട്ടൊക്കെ തോന്നും, ഇങ്ങനെയൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആക്ച്വലി ദിസ് ഈസ് ദ വേ ദേ ആർ പ്രൊനൗൺസ്ഡ്. നമ്മൾ തെറ്റായി പഠിച്ചത് കൊണ്ട് എന്തില്ല, we can change the truth, we can change the fact. നമ്മൾ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. പറ്റുമോ? മാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വാട്ട് അതർ പീപ്പിൾ വുഡ് തിങ്ക് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ that's really a foolishness. Because കാര്യം നമ്മൾ ഒന്നുകിൽ കറക്റ്റായിട്ട് അങ്ങനെ പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കുക.
because what is popular is not always right, and what is right is not always popular. ശരിയായതൊക്കെ എന്തെല്ലാം ആൾക്കറിയില്ല, ആൾക്കറിയുന്നതെല്ലാം ശരിയല്ല. So remember this, alright? How is it pronounced? P അല്ല, P. ഒരു P അതുപോലെ തന്നെ ഹ്, ഹായിൻ്റെ ഒരു കഷ്ണം കൂടി വരണം, എന്നിട്ട് ഹിൻ്റെ ഒരു കഷ്ണം കൂടി വരണം, അങ്ങനെ P എന്ന് പറയണം. എന്ന് വെച്ചാൽ ഇങ്ങനെ പറയരുത് സാമ്പിൾ, എക്സാമ്പിൾ എന്ന് പറയരുത്, സാമ്പിൾ, എക്സാമ്പിൾ, പൗഡർ, power. Understand me? So P എന്നുള്ളത് ശരിക്കും B എന്നുള്ളതിൻ്റെ ബ്രദറാണ് P എന്ന് പറയുന്നത്. P ഇവിടെയാണ് അതിൻ്റെ ഒരു കനം വരുന്നത്. എന്നാൽ B എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ മറ്റേ വിരൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം. Boom, boom, they are like brothers. P ഇവിടുന്ന് വരുന്നു, B ഇവിടുന്ന് വരുന്നു, B, P. അപ്പോൾ ആ സ്ട്രെസ്, ഇതിന് പ്ലോസീവ് സൗണ്ട്സ്, പ്ലോസീവ് ലെറ്റേഴ്സ് എന്ന് പറയാം. കാര്യം ഇത് പ്ലോസീവ് ആണ്, എപ്പോഴും ഭയങ്കര എന്താ പറയുക, ഒച്ച ഉണ്ടാക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ P, P, P. നെക്സ്റ്റ് വൺ, how is pronounced? Q. Next one, R. R അല്ല, R, R, R. Okay, R. Next one, S. S. S അല്ല, S. Then what about this one? Not T. 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 I mean, generally we Malayalis make mistakes. Generally we make mistakes with the D sound and the T sound. So we have to say D and T. They are like brothers and sisters. D എന്ന് പറയുമ്പോൾ D ഇവിടെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യും, എന്നാൽ T എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് അതിന് സ്ട്രെസ് വരുന്നത്. സോ T. T. For example, tata, take, to, tall, town, television. So remember, there is no t in English, only t. Take. Don't say take. Take. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എപ്പോഴും ട് എന്നുള്ളത് അവരുടെ എപ്പോഴും ട് ഡ് എപ്പോഴും ഉയർന്ന് കേൾക്കാവുന്ന രീതിയാണ്. ഐ മീൻ അവർക്ക് ആക്ച്വലി ട് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. നോർത്ത് ഇന്ത്യൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കർണാടക, ആന്ധ്രാപ്രദേശ് ആളുകളൊക്കെ അവർ ഡ് എന്ന് എപ്പോഴും പറയാം. ഐ ഡോണ്ട് നോ, ഡു ഇറ്റ് ഫോർ മീ എന്നൊക്കെ പറയും. ഡു ഇറ്റ്. So this is not, it doesn't exist in English. So it's a T. Next one, U. This letter, it's V. ശ്രദ്ധിക്കണം, V ആണ്. അതായത് നമ്മുടെ അപ്പർ ടീത്ത് ലോവർ ലിപ്പിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പറയും. നമ്മൾ F എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ്, ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾ എയർ പുറത്തോട്ട് വിടുന്നില്ല. ഫോർ എക്സാമ്പിൾ F ഉണ്ടോ, എയർ പോകുന്നുണ്ട്. V. ഇത് വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് പലരും പറയാറ്. ഇതൊരു വാക്യത്തിൽ ഒരു വേർഡ് പറയുമ്പോഴൊക്കെ എപ്പോഴും തെറ്റിച്ച ആളുകൾ പറയാറ്. ഫോർ എക്സാമ്പിൾ വാസ്റ്റ്, വെറ്റ്. എന്താ വെറ്റ് എന്ന് പറഞ്ഞാൽ? ഐ എം എ വെറ്റ്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്നല്ല, മൃഗ ഡോക്ടർ. അപ്പോൾ VE, അപ്പോൾ V വരുന്നതൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ താങ്ക് യു വെരി മച്ച്, വെരി, വാസ്റ്റ്, വെഹിക്കിൾ, വെന്റിലേറ്റർ, വെൽവെറ്റ്. Understand me? You got it? Velvet. So V is pronounced like that way. എന്നാൽ ഈ വേറൊരു തരത്തിലുണ്ട്, W വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് V എന്ന് തുടങ്ങുന്ന എല്ലാ V ആണെങ്കിൽ it has to pronounce like V. Alright, next one, W. അതങ്ങനെ തന്നെയാണ്, നമ്മൾ തെറ്റിക്കാറില്ല. W എന്ന് പറയണ്ട, W. എന്നാൽ W എപ്പോഴും നമ്മൾ ഒരു വേർഡിൽ വരുമ്പോൾ നമ്മളത് W എന്നല്ല പറയാറ്, W എന്നാണ് പറയേണ്ടത്. ശ്രദ്ധിക്കാം, W. ചുണ്ട് ഉണ്ടയാക്കി പറയുന്നതാണ് W എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ what, where, when, why, wow, wonderful, world, word. Understand me? So ഇപ്പോൾ വേൾഡ് എന്ന് പറഞ്ഞാൽ V ആയി പോയി, വേൾഡ്. വാട്ട് എന്നുള്ളത് അങ്ങനെയൊക്കെ തന്നെ പറയണം, വാട്ട് എന്ന് പറയരുത്. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ജനറലി ഡു നോട്ട് കെയർ. സോ വി ഹാവ് ടു പേ അറ്റൻഷൻ ടു ദിസ് W ആൻഡ് W സൗണ്ട്. ചുണ്ടുണ്ടാക്കി പറയാം, W. That's it. Alright? So W. Then next one, X, Y, and Z. Americans say Z. Hope you loved it. Anyway, thank you very much for watching this video. Hope you find it very useful. അപ്പോൾ ഇനി ഇതുപോലെ എന്ത് ചെയ്യുക, പ്രൊനൗൺസ് ചെയ്ത് പഠിക്കുക and keep supporting. And if you really want to improve your English, Brett's can really help you. Welcome to Brett's.
and here we teach everything. Here we teach everything through TPR, total physical response. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുന്ന മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്രെഡ്സ്. So if you really want to improve your English, go for our online classes or residential programs or offline classes. Anyway, thank you very much for watching this video. See you with another one. Bye-bye.